IPL മെഗാലയത്തിന് മുമ്പ് ഇന്ത്യൻ സ്റ്റാർ ലെഗ് സ്പിന്നറായ ചഹലിനെ രാജസ്ഥാൻ റോയൽസ് കൈവിട്ടത് ഏറെ വിവാദങ്ങൾക്ക് വഴിമാറിയിരുന്നു. കഴിഞ്ഞ 3 സീസണുകളിലും റോയൽസ് ബൌളിംഗിലെ തുറുപ്പുചീട്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ചഹലിനെ റോയൽസ് വേണ്ടെന്ന് വെച്ചുവെന്ന ചോദ്യം ഉയരുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ റോയൽസ് ഒഴിവാക്കിയതല്ലെന്ന വിവരമാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തുവരുന്നത്. ചഹൽ സ്വയം റോയൽസ് വിടാനുള്ള തീരുമാനം എടുത്തതാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. നായകൻ സഞ്ജു സാംസൺ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടും റോയൽസ് വിടാനുള്ള തീരുമാനത്തിൽ ചഹൽ ഉറച്ചു നിൽക്കുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ലേലത്തിന്റെ പൂളിലേക്ക് വന്ന ചഹലിന് വലിയ ഡിമാൻഡ് ഉണ്ടാവുകയും ഒടുവിൽ 18 കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കുകയും ചെയ്തു. IPL ലേലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ ഇന്ത്യൻ സ്പിന്നറായി ഇതോടെ അദ്ദേഹം മാറുകയായിരുന്നു. എന്തുകൊണ്ട് റോയൽസിൽ തുടരേണ്ടെന്ന ചഹലിന്റെ തീരുമാനത്തിന് പിന്നിലെ കാരണമെന്നതും ഉയർന്നുവരുന്ന ചോദ്യമാണ്. സഞ്ജുവിന്റെ കോൾ ക്യാപ്റ്റൻ സഞ്ജു സാംസനെ കൂടാതെ ജയ്സ്വാൾ, റിയാൻ പരാഗ്, ധ്രുവ് ജുറേൽ, ഷിംറോൺ ഹെറ്റ്മെയർ, സന്ദീപ് ശർമ്മ എന്നീ 6 പേരെയാണ് മെഗാലയത്തിന് മുമ്പ് രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയത്. ഇവരിൽ ഒരാളെ കൈവിട്ട് ചഹലിനെ ടീമിൽ നിലനിർത്താനായിരുന്നുവെന്ന വിലയിരുത്തലുമുണ്ട്. യഥാർത്ഥത്തിൽ റോയൽസിന്റെ പ്ലാൻ എന്നാൽ ചഹൽ ഇതിനോട് നോ പറയുകയെന്നായിരുന്നു. അടുത്ത സീസണിലും തന്റെ ബൌളിംഗ് ലൈനപ്പിൽ ചഹൽ തീർച്ചയായും വേണമെന്നായിരുന്നു സഞ്ജു ആഗ്രഹിച്ചിരുന്നതെന്നും പറയപ്പെടുന്നു. ഇതിനെ തുടർന്ന് ചഹലിനെ നേരിട്ട് വിളിച്ച് സഞ്ജു സംസാരിക്കുകയും ടീമിൽ തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ റോയൽസ് വിടാനുള്ള തന്റെ തീരുമാനം മാറ്റാൻ അദ്ദേഹം തയ്യാറായില്ലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. റോയൽസ് വിടാനുള്ള തീരുമാനം സാമ്പത്തികമായി ചഹലിന് ഏറെ ഗുണം ചെയ്തുവെന്ന് തന്നെ പറയാം. അതിനുള്ള പ്രധാന കാരണം 18 കോടിയാണ് ലേലത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചത്. റോയൽസിൽ തുടർന്നില്ലെങ്കിൽ ഇത്രയും വലിയൊരു തുക അദ്ദേഹത്തിന് ലഭിക്കില്ലെന്നതും യാഥാർത്ഥ്യമാണ്. വില്ലനായത് ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിൽ തുടരേണ്ടെന്ന് ചഹലിന്റെ തീരുമാനത്തിന് പിന്നിൽ പുതിയ കോച്ചായി വന്നിരിക്കുന്ന രാഹുൽ ദ്രാവിഡാണെന്നാണ് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ദ്രാവിഡിന് കീഴിൽ റോയൽസിലെ തന്റെ റോളിനെ കുറിച്ച് അദ്ദേഹത്തിന് സംശയങ്ങൾ നിലനിന്നിരുന്നു. ഇതുകൊണ്ടാണ് റോയൽസിൽ ഇനി തുടരേണ്ടെന്ന് ചഹൽ തീരുമാനം കൈക്കൊണ്ടത്. തന്റെ കോച്ച് രൺധീർ സിംഗുമായി കുടുംബമായും ആലോചിച്ച ശേഷമാണ് അദ്ദേഹം ഈ തീരുമാനം പ്രധാനമായും എടുത്തതും. അതുകൊണ്ടാണ് സഞ്ജു സാംസൺ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടും ചഹൽ നോ പറഞ്ഞതെന്ന് അടുത്ത വൃത്തങ്ങൾ മൈഗേലിനോട് വെളിപ്പെടുത്തുകയുണ്ടായി. ദ്രാവിഡ് ഇന്ത്യൻ കോച്ചായി വന്നതിനു ശേഷമാണ് ചഹലിന് അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങിയതെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പൂർണ്ണമായി ടീമിൽ നിന്ന് പുറത്താവുകയും ചെയ്യുകയുണ്ടായി. ഈ വർഷത്തെ T20 ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിൽ ചഹൽ ഉൾപ്പെട്ടിരുന്നു. പക്ഷേ ഒരു മത്സരത്തിൽ പോലും അദ്ദേഹത്തെ കളിപ്പിക്കാൻ ദ്രാവിഡ് തയ്യാറായില്ല. റോയൽസിന്റെ മിന്നും താരം രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ചഹലിന്റെ അഭാവം അടുത്ത സീസണിൽ വലിയ തിരിച്ചടി തന്നെയായിരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അതിനുള്ള പ്രധാന കാരണം ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ തുറുപ്പുചീട്ട് തന്നെയായിരുന്നു അദ്ദേഹം എന്നതാണ്. കളിയുടെ ഏത് ഘട്ടത്തിലും സഞ്ജുവിന് വിശ്വസിച്ച് പന്തേൽപ്പിക്കാൻ സാധിച്ചിരുന്ന ബൌളറായിരുന്നു ചഹൽ. ഡെത്ത് ഓവറുകളിലടക്കം അദ്ദേഹത്തെ സഞ്ജു പരീക്ഷിക്കുകയും ഈ നീക്കം ക്ലിക്കാവുകയും ചെയ്യുകയുണ്ടായി. 2022 ലേലത്തിലാണ് ചഹലിനെ റോയൽസ് പ്രധാനമായും നേടിയത്. തുടർന്ന് കളിച്ച 3 സീസണുകളിലും അദ്ദേഹം മിന്നിക്കുകയും ചെയ്യുകയുണ്ടായി. 27, 21, 18 എന്നിങ്ങനെ വിക്കറ്റുകളാണ് റോയൽസിനായി ഓരോ സീസണിലും ചഹൽ പ്രധാനമായും വീഴ്ത്തിയത്.